ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 5 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 6 റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. ചെറിയൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ച്, അതിൻ്റെ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച്, എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്, എന്താണ് മണി മാർക്കറ്റ്, പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെ സ്ഥാപനങ്ങളാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിലനിൽക്കുന്നത് എന്നൊക്കെയാണ് കണ്ടത്. ഇനി ഈ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു പോയിൻറ്റ്സാണ് അല്ലെങ്കിൽ ആ ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസിനെ, ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസിനെ റെഗുലേറ്റ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന അതോറിറ്റീസിൽ ഏറ്റവും പ്രമുഖമായ അതോറിറ്റിയാണ് RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ ബാങ്ക്. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടതെന്ന് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഈസ് ഇന്ത്യാസ് സെൻട്രൽ ബാങ്കിങ് ആൻഡ് മോണിറ്ററി അതോറിറ്റി. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിങ് അതോറിറ്റിയാണ് അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റിയാണ്. ഓക്കെ, നാണയപരമായ തീരുമാനങ്ങളും അതേപോലെ തന്നെ ഇന്ത്യയുടെ ബാങ്കിങ് സ്ഥാപനങ്ങളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക്. ഓക്കെ, എല്ലാ ബാങ്കുകളും റിസർവ് ബാങ്ക് പറയുന്ന നിർദ്ദേശമാണ് പ്രധാനമായും അനുസരിക്കേണ്ടത്. ഇറ്റ് വാസ് സെറ്റപ്പ് ഓൺ 1 April 1935. ഓർത്ത് വെക്കേണ്ട പോയിൻ്റാണ്. April 1, 1935 റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. April 1, 1935. ഓക്കെ, അണ്ടർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഈ ഒരു സ്ഥാപനം വന്നത്. അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലമാണ്. എന്നാലും ഒരു പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നൊരു സ്ഥാപനമാണ് റിസർവ് ബാങ്ക്. അപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്. RBI's സെൻട്രൽ ഓഫീസ് വാസ് ഇനീഷ്യലി ഇൻ കൊൽക്കത്ത ബട്ട് മൂവ്ഡ് ടു മുംബൈ ഇൻ 1937. അപ്പോൾ ഇനീഷ്യലി തുടക്ക കാലഘട്ടങ്ങളിൽ 35 ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് കൊൽക്കത്തയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പ്രധാന ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. പിന്നീട് അത് ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ചെയ്തത്. ഓക്കെ, prior to the establishment of RBI, central banking functions were performed by Imperial Bank of India. അതായത് റിസർവ് ബാങ്ക് വരുന്നതിനെക്കാട്ടി മുൻപ് ഇമ്പീരിയൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ബ്രിട്ടീഷുകാർ ഉള്ള കാലത്തുണ്ടായിരുന്നു. ആ ബാങ്കായിരുന്നു അതുവരെയുള്ള സെൻട്രൽ ബാങ്കിങ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് നിറവേറ്റിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പേര് മാറ്റിയിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഹെഡിങ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് RBI. RBIയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് RBI. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ്, ടു റെഗുലേറ്റ് ദ ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്. അതായത് നമുക്കറിയാം കറൻസി നോട്ട് പ്രധാനമായിട്ട് 1 രൂപയുടെ കറൻസി ഒഴിച്ച് ബാക്കി നോട്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്, അത് ഇറക്കുന്നത് RBI ആണ്. 1 രൂപയുടെ നോട്ട് മാത്രമാണ് ഫിനാൻസ് മിനിസ്ട്രി ഇറക്കുന്നത്. ബാക്കി വരുന്ന കറൻസി നോട്ടുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. ഓക്കെ, അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം. ടു സെക്യൂർ മോണിറ്ററി സ്റ്റെബിലിറ്റി ഇൻ ദ കൺട്രി. രാജ്യത്തിൻ്റെ മോണിറ്ററി സ്റ്റെബിലിറ്റി, അതായത് ഈ പണപ്പെരുപ്പമൊന്നും ധാരാളമായി പോകാതിരിക്കാൻ, അതായത് സാധനങ്ങൾക്ക് വില കൂടാതിരിക്കാനും പിന്നെ തീരെ കുറയാതിരിക്കാനും അതൊരു ബാലൻസിൽ കൊണ്ടുപോകാൻ, ഒരു സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന സ്ഥാപനമാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. ടു മീറ്റ് ദ എക്കണോമിക് ചാലഞ്ചസ് ബൈ മോഡേണൈസിങ് ദ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക്. അതായത് ഒരു മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എടുത്തുകൊണ്ട് എന്തെങ്കിലും എക്കണോമിക് ചാലഞ്ചസ്, വെല്ലുവിളികൾ നേരിടുകയാണെങ്കിൽ അതിനെ നേരിടുക. അതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ സാമ്പത്തിക മാന്ദ്യം വരുന്ന നേരത്തൊക്കെ റിസർവ് ബാങ്ക് കൃത്യമായൊരു മോണിറ്ററി പോളിസി എടുത്തുകൊണ്ട് അതിനെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ സഹായിക്കാനായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതും ഒരു ലക്ഷ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റിസർവ് ബാങ്കിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അടുത്ത സൈഡ് നോക്കാം. ഓർഗനൈസേഷൻ ഓഫ് RBIയുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് RBIയുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഒറിജിനലി ഓർഗനൈസ്ഡ് ആസ് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് വിത്ത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹5 crore ഡിവൈഡഡ് ഇൻറ്റു 5 lakh ഷെയർസ് ഓഫ് ₹100 each. അതായത് ഇത് ആദ്യം തന്നെ ഷെയർ ഹോൾഡേഴ്സിന്, പബ്ലിക്കിന് ഷെയർ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിരുന്നു. 5 കോടിയായിരുന്നു ഇതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതായത് 5 ലക്ഷം ഷെയർ 100 രൂപയ്ക്കായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. ഓക്കെ, ഔട്ട് ഓഫ് this shares of 2,30,000 were allotted to central government. അപ്പോൾ ഈ 5 ലക്ഷം ഷെയറിൽ നിന്ന് 2,30,000 ഷെയർ ഗവൺമെൻറ്റിന് അലോട്ട് ചെയ്ത ഷെയറുകളായിരുന്നു. ബാക്കിയുള്ളതായിരുന്നു പബ്ലിക്കിന്. ഓക്കെ,
ദി ബാലൻസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, അതായത് സാധാരണക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് സാധാരണ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ബാലൻസ് വരുന്ന ഷെയർ ക്യാപിറ്റൽ വാങ്ങാൻ സാധിക്കുമായിരുന്നു. ദ റിസർവ് ബാങ്ക് വാസ് നാഷണലൈസ്ഡ് ഇൻ 1948. റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്യുന്നത്, ഗവൺമെൻറ് മൊത്തമായി ഏറ്റെടുക്കുന്നത് 1948 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് റിസർവ് ബാങ്ക് മൊത്തമായിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്, നാഷണലൈസ് ചെയ്യുന്നത്, ബൈ വേ ഓഫ് പാസിംഗ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഇൻ 1948. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1948 പാസ്സാക്കിയതിന് ശേഷമാണിത് ഫുള്ളായിട്ട് ഏറ്റെടുക്കുന്നത്. ദി എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി ബാങ്ക് വാസ് അക്വയർഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ആഫ്റ്റർ ദിസ് എനാക്ട്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ആക്ട് വന്നതിന് ശേഷം, നാഷണലൈസേഷൻ നടന്നതിന് ശേഷം എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ ഗവൺമെൻറ് ഏറ്റെടുക്കുക ചെയ്തത്. ഓക്കെ, പിന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ഉള്ള ഷെയറൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് കംപ്ലീറ്റ്ലി ഓൺഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആയി. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. റോൾ ഓഫ് RBI ഇൻ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സിൽ, ഇന്ത്യയിൽ വന്ന റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സിൽ എന്തൊക്കെയാണ് RBIയുടെ റോള് എന്നതാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ പോയിന്റ്, ഫസ്റ്റ് കമ്പയർഡ് വിത്ത് സെവറൽ കൺട്രീസ് വിച്ച് ഇൻട്രൊഡ്യൂസ്ഡ് റാപ്പിഡ് റിഫോംസ് ഇൻ സെൻട്രൽ ബാങ്കിങ് ലോ ആൻഡ് ഗവേണൻസ് ഇൻ ലാസ്റ്റ് അബൌട്ട് 2 decades. അപ്പോൾ കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിലായിട്ട് മറ്റ് രാജ്യങ്ങളിൽ അവരുടെ സെൻട്രൽ ബാങ്കുകൾ എന്തൊക്കെയാണ് റിഫോമുകളെ കൊണ്ടുവന്നത് പരിശോധിക്കേണ്ടായത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സെക്കൻഡ്, ദിസ് എവല്യൂഷൻ ഹാസ് ഇന്റർ ഏലിയ കോൺട്രിബ്യൂട്ടഡ് ടു ഇമ്പാർട്ടിംഗ് സം ഓട്ടോണോമി ടു സെൻട്രൽ ബാങ്ക് ഡിഫാക്ടോ, പെർട്ടിക്കുലർലി ഇൻ ഏരിയാസ് ഓഫ് മോണിറ്ററി മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ റെഗുലേഷൻ. രണ്ടാമതായിട്ട് പറയുന്നത് റിസർവ് ബാങ്കിന് ചില ഓട്ടോണോമി സ്വാതന്ത്ര്യം കൊടുത്തു. ഓക്കെ, ചില ഏരിയാസ് ഗവൺമെൻറ് കൈകടത്താതെ റിസർവ് ബാങ്ക് തന്നെ സ്വയം തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ റിസർവ് ബാങ്കിന് കൊടുത്തു. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. തേർഡ്, ഇൻ ഷാർപ്പ് കോൺട്രാസ്റ്റ് ടു ദ സിറ്റുവേഷൻ ബിഫോർ 1991, സിൻസ് ദെൻ അപ്പാർട്ട് ഫ്രം എ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസി ആൻഡ് എ broad based consultative approach to policy making, governors' speeches and appearances on the electronic media and press have been substantial, having significant influence on markets and opinion. അപ്പോൾ 91 നമുക്കറിയാം ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർഷമാണ്. അതിനുശേഷമാണ് ലിബറലൈസേഷൻ ഇന്ത്യയിൽ നടക്കുന്നത്, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ നടക്കുന്നത്. നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റാണ് അത്തരം നയമാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ചും കൂടി ഈ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസി, അപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അറിയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഓക്കെ, ഒന്നുകിൽ ടെലിവിഷനിലോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇപ്പോൾ പത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് അറിയുന്നൊരു അവസ്ഥ ഉണ്ടായി. പ്രസ് കോൺഫറൻസുകളൊക്കെ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഗവർണർ വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അതിനുശേഷം കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത സൈഡിലേക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ഓഫ് RBIയുടെ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിൽ 2 പോയിന്റുകളാണ് പ്രധാനമായും നോക്കാനുള്ളത്. ഒന്ന് സെൻട്രൽ ബോർഡും പിന്നെ ഒന്ന് ലോക്കൽ ബോർഡും. അപ്പോൾ സെൻട്രൽ ബോർഡിൽ വരുന്ന അംഗങ്ങളുടെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സെൻട്രൽ ബോർഡിൽ പറയുന്നത് ദ സെൻട്രൽ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ബാങ്ക്സ് affairs ആർ വെസ്റ്റഡ് ഇൻ ദി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ കേന്ദ്രീകൃതമായിട്ടുള്ള രാജ്യമൊട്ടാകെ നടക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ സെൻട്രൽ ബോർഡാണ്. അപ്പോൾ അതിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉള്ളത്, അതിൽ 20 മെമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഇൻക്ലൂഡിങ് എ ഗവർണർ, റിസർവ് ബാങ്ക് ഗവർണർ അതിൽ പെടും. പിന്നെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് റിസർവ് ബാങ്കിലുണ്ട്, 15 ഡയറക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഔട്ട് ഓഫ് വിച്ച് 4 ആർ ഫ്രം ലോക്കൽ ബോർഡ്. അപ്പോൾ ലോക്കൽ ബോർഡിൽ നിന്ന് ഈ 15 പേരിൽ നിന്ന് 4 പേര് ലോക്കൽ ബോർഡിൽ നിന്ന് വരണം. പിന്നെ ഒരാൾ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കണം. ഓൾ ദീസ് പേഴ്സൺ ആർ അപ്പോയിൻറ്റഡ് ആൻഡ് നോമിനേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഈ വ്യക്തികളൊക്കെ നോമിനേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. ദി ചെയർമാൻ ഓഫ് ദി ബോർഡ് ആൻഡ് ഇറ്റ്സ് ചീഫ് എക്സിക്യൂട്ടീവ് അതോറിറ്റി ഈസ് ഗവർണർ. അപ്പോൾ ഈ ബോർഡിൻ്റെ ചെയർമാൻ, അപ്പോൾ റിസർവ് ബാങ്ക് ഗവർണറാണ് റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ള പൊസിഷനിൽ വഹിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇതിൻ്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് അതോറിറ്റിയും ഈ ബോർഡിൻ്റെ ആരാണ്? ഗവർണറാണ്. ദി ഗവർണർ ആൻഡ് ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഹോൾഡ് എ ഓഫീസ് ഫോർ സച്ച് എ പീരീഡ് ആസ് ഫിക്സ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് നോട്ട് എക്സീഡിങ് 5 years. അപ്പോൾ ഈ ചെയർമാനും അതേപോലെ ഗവർണേഴ്സും ഡെപ്യൂട്ടി ഗവർണേഴ്സും ഒക്കെ 5 വർഷത്തിൽ കൂടുതൽ നിൽക്കാൻ പാടില്ല. പക്ഷേ അതിന് കുറഞ്ഞ സമയം വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കാൻ സാധിക്കും. സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ 5 ടേമും വരെ നിർത്താൻ സാധിക്കും, അല്ലെങ്കിൽ പിരിച്ചു വിട്ടുകൊണ്ട് പുതിയ ആളെ നിയമിക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ്. വേണമെന്നുണ്ടെങ്കിൽ ഇവരെ റീ അപ്പോയിൻറ്റ് ചെയ്യാനും സാധിക്കും. ഡയറക്ടേഴ്സ് ഹോൾഡ് ഓഫീസ് ഫോർ 4 years
ആൻഡ് ദിയർ റിട്ടയർമെൻറ്റ് ഇൻ റൊട്ടേഷൻ. അപ്പോൾ ഡയറക്ടേഴ്സ് 4 വർഷത്തേക്കാണ് ഉണ്ടാവുക. അവരെന്താണ് റിട്ടയർമെൻറ്റിന് ശേഷം എന്താണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ആളെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻട്രൽ ബോർഡിൽ വരുന്നത്. മാനേജ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ ബോർഡിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. 20 മെമ്പേഴ്സാണ് ടോട്ടലി വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഹെഡിങ് പറയുന്നത് ലോക്കൽ ബോർഡാണ്. അപ്പോൾ ലോക്കൽ ബോർഡിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ലോക്കൽ ബോർഡിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫോർ ഈച്ച് റീജിയണൽ ഏരിയ ഓഫ് ദി കൺട്രി, അതായത് രാജ്യത്തിൻ്റെ 4 ഭാഗങ്ങളെ, ഒന്നെന്താണ് വെസ്റ്റേൺ, അതായത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ പോലുള്ള വെസ്റ്റേൺ സൈഡ്, പിന്നെ ഈസ്റ്റേൺ അതായത് ബംഗാൾ, പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, പിന്നെ നോർത്തേൺ സൈഡ് അതായത് നമ്മുടെ കാശ്മീർ, നമ്മുടെ ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ഇതൊക്കെ വരുന്ന ഉത്തരാഖണ്ഡൊക്കെ വരുന്ന നോർത്തേൺ സൈഡ്, പിന്നെ സദേൺ സൈഡ് നമ്മുടെ സൈഡ് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര. അപ്പോൾ അങ്ങനെ റീജിയനായിട്ട് 4 റീജിയനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും എന്താണ് ലോക്കൽ ബോർഡ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഹെഡ് ക്വാർട്ടേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോംബെ, കൽക്കത്ത, ന്യൂഡൽഹി ആൻഡ് മദ്രാസ്. ബോംബെ വരുന്നത് വെസ്റ്റേണ്ടതാണ്, കൽക്കത്തയാണ് എന്ത് ഈസ്റ്റേണ്ടത്. അതായത് ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വലിയ സിറ്റി എന്ന് വെച്ചാൽ കൽക്കത്തയാണ്. അപ്പോൾ കൽക്കത്തയാണ് എന്ത് ഈസ്റ്റേൺ സൈഡിൽ വരുന്നത്. പിന്നെ ന്യൂഡൽഹിയാണ് നോർത്തേൺ സൈഡിലുള്ള ഏറ്റവും വലിയ സിറ്റി, എന്താണ് ന്യൂഡൽഹിയാണ്. പിന്നെ സദേൺ സ്റ്റേറ്റ്സിൽ ഏറ്റവും വലിയ സിറ്റി എന്ന് വെച്ചാൽ മദ്രാസാണ്. മദ്രാസ് അല്ലെങ്കിൽ ചെന്നൈ, തമിഴ്നാടിൻ്റെ തലസ്ഥാനം. ഓക്കെ, അപ്പോൾ ഈ 4 റീജിയൻസിലാണ് എന്ത് ലോക്കൽ ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ലോക്കൽ ബോർഡ്സ് കൺസിസ്റ്റ് ഓഫ് 5 മെമ്പേഴ്സ്. അപ്പോൾ ഓരോ ബോർഡിലും 5 മെമ്പേഴ്സ് ഉണ്ടാവും. ഈച്ച് അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ഓരോരുത്തരെയും എന്ത് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദ ഫങ്ഷൻസ് ഓഫ് ദി ലോക്കൽ ബോർഡ്സ് ആർ ടു അഡ്വൈസ് ദ സെൻട്രൽ ബോർഡ് ഓൺ ലോക്കൽ മാറ്റേഴ്സ്. അതായത് ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സെൻട്രൽ ബോർഡിനെ, നമ്മൾ നേരത്തെ കണ്ട സെൻട്രൽ ബോർഡിന് അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ്, റീജിയൻ വൈസുള്ള അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് ഓൺ ലോക്കൽ മാറ്റേഴ്സ് ആൻഡ് ടു റെപ്രസെൻറ്റ് ടെറിട്ടോറിയൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി ലോക്കൽ കോപ്പറേറ്റീവ് ആൻഡ് ഇൻഡിജിനസ് ബാങ്ക്. അതായത് ഇപ്പോൾ വെസ്റ്റേൺ സൈഡിൻ്റെ അവിടെയുള്ള ബാങ്കുകളുടെയും അവിടെയുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളുടെയൊക്കെ താല്പര്യം അനുസരിച്ചിട്ട് എന്താണ് ഈ നിർദ്ദേശങ്ങൾ സെൻട്രൽ ബോർഡിന് കൊടുക്കുക എന്നുള്ളതാണ് വെസ്റ്റേൺ ലോക്കൽ ബോർഡിൻ്റെ ഇതുണ്ടാവുക. അതേപോലെ സദേൺ ആണെങ്കിൽ ഇവിടുത്തെ എന്താണ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും അതേപോലെ ഇവിടെയുള്ള മറ്റ് ബാങ്കുകളുടെയൊക്കെ താല്പര്യം അനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ സെൻട്രൽ ബോർഡിന് കൊടുക്കുക എന്നുള്ളതായിരിക്കും സദേണിൻ്റെ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ ഓരോ ലോക്കൽ ബോർഡിനും എന്താണ് ആ പ്രദേശത്തുള്ള ബാങ്കുകളുടെ താല്പര്യാനുസരണം നിർദ്ദേശങ്ങൾ ആർക്ക് കൊടുക്കുക, സെൻട്രൽ ബോർഡിന് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ഫങ്ഷൻസ് ഓഫ് RBI. ഓക്കെ, അപ്പോൾ RBI ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കുന്നത്. ഫങ്ഷൻസ്. അപ്പോൾ ഈ ഫങ്ഷൻസ് മെയിൻലി 2 കൈൻഡ്സ് ഓഫ് ഫങ്ഷൻസ് ആണുള്ളത്. 2 തരം ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ആദ്യത്തേത് മോണിറ്ററി ഫങ്ഷൻസ് ആണ്, കറൻസി റിലേറ്റഡ് ഫങ്ഷൻസ്, മോണിറ്ററി ഫങ്ഷൻസ്. രണ്ടാമത്തത് നോൺ മോണിറ്ററി ഫങ്ഷൻസ് ആണ്. ഈ മോണിറ്ററി ഫങ്ഷൻസിൽ ഒരുപാട് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫങ്ഷൻസ് ഓഫ് RBI എന്ന് വെച്ചാൽ essay ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കണ്ടൻറ്റ് ഒരുപാട് വരും അതിൽ, അപ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ മോണിറ്ററി ഫങ്ഷൻസിൽ ആദ്യമായി പറയുന്നത് എന്താണ്, മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. അപ്പോൾ നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള നോട്ട് അച്ചടിക്കാനുള്ള അവകാശം RBIക്ക് മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിപ്പോൾ ഏതൊരു രാജ്യത്തും അവിടുത്തെ സെൻട്രൽ ബാങ്കിന് മാത്രമേ നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ദി സോൾ റൈറ്റ്, അതായത് അവർക്ക് മാത്രമേ അവകാശമുള്ളൂ ടു ഇഷ്യൂ കറൻസി നോട്ട്സ് എക്സെപ്റ്റ് 1 rupee നോട്ട്സ് വിച്ച് ഇസ് ഇഷ്യൂഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് 5 രൂപ മുതൽ അല്ലെങ്കിൽ 2 രൂപ മുതലുള്ള നോട്ടുകളൊക്കെ എന്താണ് അച്ചടിക്കുന്നത് RBI ആണ്. ഓക്കെ, 1 രൂപ നോട്ട് മാത്രം മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് അച്ചടിക്കുന്നത്. ഓക്കെ, ബാക്കി എല്ലാത്തിൻ്റെയും അവകാശം ആർക്കാണുള്ളത്, RBIക്കാണുള്ളത്. മറ്റൊരു ബാങ്കിനും നോട്ട് അച്ചടിക്കാനുള്ള അവകാശം വരുന്നില്ല. അപ്പോൾ അതാണ് ആദ്യത്തെ മോണിറ്ററി കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തെ മോണിറ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാങ്കർ ടു ദി ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നത് RBI ആണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നത് RBI ആണ്. ഓക്കെ, ആസ് എ ബാങ്കർ ടു ദി ഗവൺമെൻറ് ദി റിസർവ് ബാങ്ക് മാനേജസ് ദി ബാങ്കിങ് നീഡ്സ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കിങ് നീഡ്സ് ആവശ്യങ്ങൾ നിറവേറ്റുന്നത് റിസർവ് ബാങ്കാണ്. ഗവൺമെൻറ് മറ്റൊരു ബാങ്കിൻ്റെ അടുത്തു നിന്നല്ല ബാങ്കിങ് സർവീസുകൾ സ്വീകരിക്കുന്നത്, അത് റിസർവ് ബാങ്കിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റായിട്ട് എന്താണ് ഒരു സെപ്പറേറ്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ടൊക്കെ റിസർവ് ബാങ്കിൽ ഉണ്ടാവും. ഓക്കെ, ഇറ്റ് കളക്ട്സ് റെസീറ്റ്സ് ഫണ്ട് ആൻഡ് മേക്ക് പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിന് ആവശ്യമുള്ള ഫണ്ട് സ്വീകരിക്കാനും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പേയ്മെൻറ്റൊക്കെ റിസർവ് ബാങ്ക് വഴിയാണ് ചെയ്യുക. ഓക്കെ, ഈ ബാങ്കർ ടു ഗവൺമെൻറ്റിൽ ഒരുപാട് സബ് പോയിൻറ്റ്സ് വരുന്നത് നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, ഗവൺമെൻറ്റിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ്, സബ് പോയിൻ്റാണ് ആസ് എ ബാങ്കർ. ഒരു ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്കർ ടു ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് സബ് പോയിൻ്റാണ് ആസ് എ ബാങ്കർ എന്ന് പറഞ്ഞത്. അതിൽ ഒരുപാട് പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ അവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. ദി റിസർവ് ബാങ്ക് ഓഫ്
റിസർവ് ബാങ്ക് ഹാസ് ദ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ, അവർക്കാണ് എന്ത് നിയമപരമായിട്ട് അവകാശമുള്ളത്, അല്ലെങ്കിൽ അവർക്കാണ് അതിൻ്റെ കടമ ഉള്ളത്, എന്ത് കീപ്പിംഗ് ദ മണി ഫ്രം സെൻട്രൽ ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് ബാങ്ക്. സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്, സെൻട്രൽ ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് അല്ല, സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ആൻഡ് പ്രൊവൈഡ് അതർ സർവീസസ് ഫ്രീ ഓഫ് ചാർജ്, ഗവൺമെൻറ് മറ്റ് സർവീസുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ കടമ, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളൊരു കടമയാണത്. ഓക്കെ, അവർക്ക് മാത്രമേ അതൊരു അവകാശം കൂടിയാണത്. ഓക്കെ, അതൊരു നിയമപരമായിട്ടുള്ള അവകാശവും ഒരു കടമയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുക? ബാങ്ക് കളക്ട് മണി, ടാക്സ് ആൻഡ് അതർ ചാർജസ് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ്, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ക്യാഷ് കളക്ട് ചെയ്യുക, അത് ടാക്സിൻ്റെ രൂപത്തിലാണെങ്കിലൊക്കെ എന്താണ് ആരാ ചെയ്യുക? റിസർവ് ബാങ്കാണ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് മേക്സ് പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ത്രൂ ഇറ്റ്സ് ബ്രാഞ്ചസ്, റിസർവ് ബാങ്കിൻ്റെ ബ്രാഞ്ചസ് വഴിയാണ് സെൻട്രൽ ബാങ്കിൻ്റെ പേയ്മെൻറ്റ്സ് ഒക്കെ റിസർവ് ബാങ്ക് കൈകാര്യം ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് എക്സ്ചേഞ്ച് ആൻഡ് റെമിറ്റൻസ് ഫെസിലിറ്റി ആൻഡ് അതർ ബാങ്കിങ് ഓപ്പറേഷൻസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്ചേഞ്ച് ഫെസിലിറ്റി, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് അവിടെ ഉദ്ദേശിക്കുന്നത് വിദേശ നാണയമായിട്ടുള്ള വിനിമയം, അതൊക്കെ സഹായിക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. ഇറ്റ് മാനേജസ് ദ പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദ യൂണിയൻ. ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് മാനേജസ് ദ പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദ യൂണിയൻ ആൻഡ് മെയിൻറ്റെയിൻസ് കറൻസി ചെസ്റ്റ് പ്ലേസ് പ്രിസ്ക്രൈബ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ RBI എന്താണ് ഡെപ്റ്റ്, അതായത് ഗവൺമെൻറ് കടം വാങ്ങുന്നതൊക്കെ മാനേജ് ചെയ്യുന്നത് RBI ആണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ഇറ്റ് ഓൾസോ ആക്ട് ആസ് എ ബാങ്കർ ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് അണ്ടർടേക്ക് ദ അബോവ് മെൻഷൻഡ് ബിസിനസ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നത് RBI ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രത്യേകമായിട്ട് വേറെ എന്താണ് ബാങ്കറൊന്നും വരുന്നില്ല, RBI തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ടും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ, അതായത് നേരത്തെ നമ്മൾ കണ്ട എല്ലാ പോയിന്റുകളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ബാധകമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ആസ് എ ഫിനാൻഷ്യൽ ഏജൻ്റ് ആണ്. അപ്പോൾ ബാങ്കർ ടു ദി ഗവൺമെൻറ്റിൽ ആദ്യം കണ്ടത് ബാങ്കറായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതായിരുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് ആസ് എ ഫിനാൻഷ്യൽ ഏജൻ്റായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. ദ ബാങ്ക് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഗവൺമെൻറ്. ബാങ്ക് എന്താണ്? ഗവൺമെൻറ്റിനെ പ്രതിനിധിയാണ്. എവിടെ? ഇൻ വേൾഡ് ബാങ്ക്, അതായത് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത്, ലോക ബാങ്കിന് മുന്നിൽ പ്രതിനിധാനം ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ആൻഡ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതേപോലെ തന്നെ IMFനും എന്താണ് ഇന്ത്യയുടെ പ്രതിനിധി എന്ന് പറയാനുള്ളത് RBI ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് RBI ചെയ്യുന്നത്? ഇറ്റ് ഈസ് സോൾഡ് ട്രഷറി ബിൽ ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ട്രഷറി ബില്ലൊക്കെ അവിടെ വിൽക്കുന്നത് ആരാണ്? ഈ RBI ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ആക്ട് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ മാറ്റർ ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ലോൺ. അതായത് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ വേൾഡ് ബാങ്കിൽ നിന്നും IMF എന്നൊക്കെ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിന് എടുക്കാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എടുക്കാം. അപ്പോൾ അതിനൊക്കെ എന്താണ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് RBI ആണ്. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് മാനേജസ് പബ്ലിക് ഡെപ്റ്റ്. പൊതുകടം മാനേജ് ചെയ്യുന്നത് അത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പൊതുകടം മാനേജ് ചെയ്യുന്നത് RBI ആണ്. ഇനി ബാങ്കർ ടു ദി ഗവൺമെൻറ്റിൽ മൂന്നാമത്തെ പോയിൻ്റാണ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് RBI പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പോയിന്റുകളെന്ന് നോക്കാം. ദി ബാങ്ക് ആക്ട് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ ടു ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എടുക്കുന്നതിന് മുൻപായിട്ട് എന്താണ് അഡ്വൈസ് വേണമെങ്കിൽ RBIക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഗിവ് അഡ്വൈസ് ടു സെൻട്രൽ ഗവൺമെൻറ് ഓൺ മാറ്റേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻസായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്വൈസുകളും സെൻട്രൽ ഗവൺമെൻറ് ആര് കൊടുക്കും? RBI കൊടുക്കും. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് അഡ്വൈസസ് ഓൺ എ സർട്ടൻ ആസ്പെക്ട് ഓഫ് ഫോർമുലേഷൻ ഓഫ് 5-year പ്ലാൻ. അതായത് 5-year പ്ലാനിൻ്റെ ചില ഭാഗങ്ങളിൽ എന്താണ് നിർദ്ദേശങ്ങളും RBI കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്താണ് അഡ്വൈസും ആര് കൊടുക്കുന്നുണ്ട്? RBI കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ബാങ്കർ ടു ദി ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊരു മെയിൻ പോയിന്റിൽ സബായിട്ട് 3 പോയിന്റുകൾ കണ്ടു. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ മെയിൻ പോയിന്റ് എന്താണ്? ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. അപ്പോൾ RBI എന്താണ്? ബാങ്കുകളുടെ ബാങ്കാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ബാങ്കുകളുടെ ബാങ്കാണ് RBI. പിന്നെ എന്താണ്? ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ബാങ്കിന് എന്താണ് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് RBIനെ സമീപിക്കേണ്ടി വരും. മറ്റൊരു സംഘടനയെ സമീപിക്കാൻ പറ്റില്ല, ഒരു ബാങ്കിനെ സമീപിക്കാൻ സാധിക്കില്ല. ദി റിസർവ് ബാങ്ക് പെർഫോം ദ സെയിം ഫംഗ്ഷൻ ഫോർ അതർ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആസ് ദി അതർ ബാങ്ക്സ് ഓർഡിനറി പെർഫോം ടു ദിയർ കസ്റ്റമേഴ്സ്. അതായത് ബാങ്കുകൾ ആരെയാണ് സമീപിക്കുക? ഒരു ബാങ്കിങ് സർവീസിന് റിസർവ് ബാങ്കിനെ സമീപിക്കുക. അപ്പോൾ അതാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നത്.
RBI lends money to all commercial bank. അതുകൊണ്ടാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്. എല്ലാ കമേഴ്ഷ്യൽ ബാങ്കിനും പൈസ കടം കൊടുക്കുന്നത് അല്ലെങ്കിൽ ലോണായിട്ട് കൊടുക്കുന്ന ആരാണ്? RBI ആണ്. അടുത്ത പോയിന്റ് നോക്കാം, ആക്ട് ആസ് ക്ലിയറിംഗ് ഹൗസ്. ഓക്കെ, അതായത് ഇപ്പോൾ ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടിന് സഹായിക്കുന്നൊരു പ്രക്രിയയാണെന്ത് ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് നിൽക്കുകയെന്ന് വെച്ചാൽ. അപ്പോൾ അത് ആര് ചെയ്യുന്നുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഷെഡ്യൂൾഡ് ബാങ്ക്സിന് എന്താണ് ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, അതായത് ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ക്ലിയറിംഗ് ഹൗസ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അത് ആര് സഹായിക്കുന്നുണ്ട്? റിസർവ് ബാങ്ക് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് റെഗുലേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിയന്ത്രിക്കുക. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് വെച്ചാൽ രൂപയുടെയും ഡോളറിൻ്റെയും വിനിമയ നിരക്ക്. അപ്പോൾ അതൊന്നും വല്ലാതെ എന്താണ്, ഇപ്പോൾ ഡോളർ ഒരു രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ഡോളർ കൊടുത്താൽ 200 ഇന്ത്യൻ റുപ്പി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രൂപേൻ്റെ വില വല്ലാതെ ഇടിഞ്ഞു പോകും. അപ്പോൾ അതിനെന്താണ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അപ്പം രൂപയുടെ മൂല്യം ഇടിഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പം വരും, സാധനത്തിന് വല്ലാതെ വില കയറും, പിന്നെ എന്താണ് ആകെ അരക്ഷിതാവസ്ഥ വരും സാമ്പത്തികമായിട്ട്. അപ്പോൾ അത് റെഗുലേറ്റ് ചെയ്യുന്ന എന്താണ് ഒരു പ്രധാനപ്പെട്ട കടമയാണ് എന്ത് ഈ റിസർവ് ബാങ്കിൻ്റെ. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്താണ് റെഗുലേറ്റ് ചെയ്യുക, അത് എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്, അതൊരു മോണിറ്ററി ഫംഗ്ഷനാണ്. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് നിയന്ത്രിക്കുക, അതായത് കടം കൊടുക്കുന്നത്. അപ്പോൾ ഈ കമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ കടം കൊടുക്കുന്നതിന് ഒരു നിയന്ത്രണം വെക്കൽ ആരാണ്? ഈ പറയുന്ന സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ വല്ലാതെ കടം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് അത് സാമ്പത്തികമായിട്ടൊരു തകർച്ച ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരുപാട് പേര് ഈ കടം വാങ്ങിയിട്ട് നാട് വിട്ടുപോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബാങ്കിന് അത് നോൺ പെർഫോമിംഗ് അസറ്റായി തീരും. ഈ ലോൺ ഒരു ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനതൊരു അസറ്റാണ്, കാര്യം അതിന് ഇൻകം ലഭിക്കുന്ന ഒരു സാധനമാണ് ഈ ലോൺ. കാര്യം ഇൻട്രസ്റ്റ് മുഖാന്തരം അതിന് ഇൻകം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻട്രസ്റ്റും മുതലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായി, അതൊരു നോൺ പെർഫോമിംഗ് അസറ്റായി തീരും. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് ഈ നോൺ പെർഫോമിംഗ് അസറ്റ് വർദ്ധിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് തകരും. കാരണം ബാങ്കിങ് മേഖല തകർന്നു കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി തകരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രെഡിറ്റിൻ്റെ ഒരു കൺട്രോൾ ആരാ വെക്കുന്നുണ്ട്? റിസർവ് ബാങ്ക് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇത് കറൻസി റിലേറ്റഡ് അല്ലെങ്കിൽ മോണിറ്ററി ഫംഗ്ഷൻസ് വരുന്നത് റിസർവ് ബാങ്കിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് നോൺ മോണിറ്ററി ഫംഗ്ഷൻസ് ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? അതായത് കമേഴ്ഷ്യൽ ബാങ്കിങ്സിൻ്റെ വർക്ക് പീരിയോഡിക്കായിട്ട് റിവ്യൂ ചെയ്യും. ഓക്കെ, കാര്യക്ഷമമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് റിവ്യൂ ചെയ്യും. ഓക്കെ, RBI. പിന്നെ എന്താണ് ബാങ്കിന് ലൈസൻസ് കൊടുക്കൽ, എന്താണ് ബാങ്കിന് ഇൻസ്പെക്ഷൻ എൻക്വയറി നടത്തും. പിന്നെ എന്താണ് പബ്ലിക്കേഷൻ ഓഫ് ഡാറ്റ, ഈ എന്താണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ള ഡാറ്റ, മോണിറ്ററി റിലേറ്റഡ് ഡാറ്റയൊക്കെ പബ്ലിഷ് ചെയ്യുക. അടുത്ത പോയിന്റ് എന്താണ് കോപ്പറേറ്റീവ് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യുക, അഗ്രികൾച്ചർ സെക്ടറിനെ സപ്പോർട്ട് ചെയ്യുക, ഇൻഡസ്ട്രിയൽ സെക്ടറിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ മേഖലകളൊക്കെ സപ്പോർട്ട് ചെയ്താൽ രാജ്യത്തിന് എന്ത് വരുള്ളൂ? സാമ്പത്തിക പുരോഗതി വരുള്ളൂ. ഓക്കെ, പിന്നെന്താ പറഞ്ഞത് ലാസ്റ്റ് പോയിന്റ്? ട്രെയിനിങ് പ്രൊവിഷൻ ടു ബാങ്കിങ് സ്റ്റാഫ്, അതായത് ബാങ്കിങ് സ്റ്റാഫുകൾക്ക് എന്താണ് ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നോൺ മോണിറ്ററി ഫംഗ്ഷൻസിൽ വരുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എന്താണ് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.